ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറി കാണിച്ചു തരാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മാത്രമല്ല, നമുക്കിപ്പോൾ പെട്ടെന്ന് പുറത്തൊക്കെ പോയി വരുമ്പം നമുക്കങ്ങനെ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. ഒരു കഞ്ഞി, ഒരു കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പിന്നെ എന്ന് വെച്ച് ഇത് വളരെ ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരുന്ന ഇൻഗ്രീഡിയൻസ് ഇവയാണ്: 4 തക്കാളി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തത്, 1 സവാള നീളത്തിൽ തിന്നായി സ്ലൈസ് ചെയ്തത്, 2-3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് 2ആയി കീറിയത്, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നോർമൽ മുളക് പൊടി എടുക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ എളുപ്പത്തിലുള്ള തക്കാളിക്കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. അപ്പം ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം. നമുക്കൊരു പോട്ട് എടുക്കാം. അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉപ്പ് ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് അത്യാവശ്യം വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കിനി തക്കാളി അത്യാവശ്യം ഒന്ന് വെന്തുടയുന്നത് വരെ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇത് തക്കാളി വെന്തുടയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കറി ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഉണ്ടാവുമായിരിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള റെസിപ്പി ആക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്കൊരു തിക്കായിട്ടുള്ള, അധികം ലൂസാവാത്ത പോലെ കറിയായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ഈ വെള്ളം ഒന്ന് കുറച്ച് പറ്റി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ചെറുതായിട്ടങ്ങ് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ കറി ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക്സ് പറയുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.